ഈസ്റ്റർ സ്പെഷ്യലായിട്ട് കൊച്ചിക്കാരുടെ ബീഫ് വിന്താല് തയ്യാറാക്കിയാലോ. എരിവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേകതരം രുചിയുള്ള കറിയാണിത്. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ ബീഫ് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു മാരിനേഷൻ ഉണ്ട്. 1/2 കപ്പ് വെളിച്ചെണ്ണയും 1/2 കപ്പ് വിനാഗിരിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ബീഫ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് 60 അല്ലി വെളുത്തുള്ളിയും 2 സ്പൂൺ അളവിൽ കുരുമുളകും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും 2 കഷ്ണം മുരിങ്ങാത്തോലും 25 കൊച്ചുള്ളിയും 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം കറുവപ്പട്ടയും 6 ഗ്രാമ്പൂവും 6 ഏലക്കയും ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചു വെക്കണം. ഇനി വേണ്ടത് 5 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ബീഫ് നല്ലതുപോലെ മസാല എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് കൂടെ ചേർത്തൊന്ന് വഴറ്റുവാണ്. ഇവയെല്ലാം മുരിഞ്ഞു കഴിഞ്ഞാൽ അരച്ചു വെച്ച മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് ഒരു 5 മിനിറ്റ് വഴറ്റിയതിനു ശേഷം നനച്ചു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിലെ കടുക് പരിപ്പ് കൂടെ അരച്ച് ചേർത്ത് ഇവയെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. മൊരിയിച്ചെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ പോരായ്മ വരുവാണെങ്കിൽ ഇതിലേക്ക് ബീഫിൽ നിന്നുള്ള നെയ്ക്കഷ്ണം കൂടി ചേർത്ത് വഴറ്റാവുന്നതാണ്. മസാലകൾ മൊരിയിച്ചെടുക്കുമ്പോൾ ചട്ടിയിൽ നിന്നെല്ലാം വിട്ട് നടുഭാഗത്തേക്ക് ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ചേർക്കാം. ബീഫ് വിന്താലു തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ സ്വാദും നല്ലതുപോലെ കിട്ടുന്നതും. അങ്ങനെ നമ്മുടെ മുളകൊക്കെ ഇവിടെ നല്ലപോലെ മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതിലേക്ക് ബീഫ് ചേർത്തിട്ടുണ്ട്. ഈ ബീഫും ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഈ ഒരു മസാലയിലിട്ട് വഴറ്റിയെടുക്കാം. ബീഫ് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ധാരാളം എണ്ണ പുറത്തേക്ക് വരും. ആ ഒരു സമയം വരെയും വഴറ്റിയതിന് ശേഷം കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടിയുടെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു ആവി വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ബീഫ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ ഒരു 3 മണിക്കൂർ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കറി തയ്യാറാക്കി എടുക്കണമെങ്കിൽ കുക്കറിൽ വെച്ചും പാചകം ചെയ്യാവുന്നതാണ്. കറി നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. 3 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ കറി ഇതുപോലെ ഒരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളതും. ഇതുപോലെ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബീഫ് വിന്താലു ഇവിടെ റെഡിയാണ്. ഈ ഒരു മസാലയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.